ഇന്ത്യ സഖ്യത്തിൽ വീണ്ടും പ്രതിസന്ധി. തെരഞ്ഞെടുപ്പ് കാലത്ത് CPIM BJP ഡീൽ ഉന്നയിച്ചതിൽ അതൃപ്തി അറിയിച്ചു ജനറൽ സെക്രട്ടറി MA ബേബി. കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. പിണറായി വിജയനെതിരെ ED നടപടി ആവശ്യപ്പെട്ട രാഹുലിന്റെ പരാമർശത്തിലും വിയോജിപ്പ്. നാളെ ചേരുന്ന ഇന്ത്യ മുന്നണിയിൽ CPIM പങ്കെടുക്കണമോ എന്ന് ഇന്ന് തീരുമാനിക്കും. മുന്നണിയിലെ പാർട്ടികളോട് കാണിക്കേണ്ട മര്യാദയും അന്തസ്സും ഉണ്ടെന്നും MA ബേബി പറഞ്ഞു. ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയിൽ സഹകരിക്കുന്ന പാർട്ടികൾ തന്നെ പരസ്പരം മത്സരിക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ മത്സരിക്കുമ്പോൾ ഈ പാർട്ടികൾ കാണിക്കേണ്ട ഒരു മര്യാദയും അന്തസ്സും ഉണ്ട്. ഇന്ത്യ മുന്നണി രൂപവൽക്കരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ RSSനെയും BJP എതിർക്കുകയാണ് എന്നിരിക്കെ അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച CPIM BJPയുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള ആരോപണം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ ഇവരെല്ലാം വന്നിട്ട് പറയുകയാണ് ഇങ്ങനൊരു ഡീലുണ്ട് BJPയുമായിട്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ആ കത്തിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നാളത്തെ യോഗവുമായി ബന്ധപ്പെട്ട് CPIMൻ്റെ പങ്കാളിത്തം എന്താണെന്നുള്ളത് ഇന്നുച്ചയോടുകൂടി തീരുമാനിക്കും. തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, കടുത്ത വിയോജിപ്പ് തന്നെയാണ് അറിയിക്കുന്നത് MA ബേബി ഇക്കാര്യത്തിൽ. ഇതിലൊരു തീരുമാനമുണ്ടാകുക ഇന്ന് വൈകിട്ടോടുകൂടി ഈ ഒരു കാര്യത്തിലായിരിക്കും. നാളത്തെ യോഗത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് അക്കാര്യത്തിലെ തീരുമാനം കൂടി അറിയുമ്പോൾ എത്രമാത്രം അതൃപ്തിയാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. എന്താണ് MA ബേബിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്? സ്വാതി, കടുത്ത നിലപാടിൽ തന്നെയാണ് CPIM ഉള്ളത്. ഇന്ത്യ മുന്നണി യോഗം നാളെയാണ്, അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് CPIM പോകാൻ തന്നെയാണ് സാധ്യത. ഇന്ന് ഉച്ചയോടുകൂടി ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഉണ്ടാകും. CPIMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി MA ബേബി കേരളത്തിലാണ്. അദ്ദേഹം എന്തായാലും നാളെ ആ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും നേതാക്കളെ അയക്കണോ എന്നുള്ള കാര്യത്തിലായിരിക്കും ഇന്ന് വൈകിട്ടോടെ തീരുമാനം ഉണ്ടാവുക. വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനവും നിലപാടും കോൺഗ്രസിനെതിരെ ഇന്ത്യ മുന്നണിയിൽ CPIMന് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇവിടെ വന്ന് ഈ BJPയുമായി CPIMന് ഡീലുണ്ട് എന്നുള്ള ആരോപണമാണ് ആവർത്തിച്ച് ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ED പിടിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. അതിന് കാരണം മോദിയുമായിട്ടുള്ള ബന്ധമാണ് എന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതാണ് ഈ ഇന്ത്യ മുന്നണിയിൽ തുടരണോ എന്നുള്ള കാര്യത്തിൽ ഒരു പുനരാലോചനയിലേക്ക് CPIMനെ കൊണ്ട് എത്തിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഘപരിവാറിനെതിരെ പോരാടുന്ന പാർട്ടി CPIM ആണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നു. ഏറ്റവും കൂടുതൽ പാർട്ടി പ്രവർത്തകർ കൊല്ലപ്പെട്ട പാർട്ടിയാണ് CPIM. അങ്ങനെ കൃത്യമായിട്ടുള്ള നിലപാട് വെച്ച് RSSനെ എതിർക്കുന്ന ഒരു പാർട്ടിയെ BJPയുമായി ഡീലുണ്ടാക്കിയെന്ന് പറഞ്ഞ് അങ്ങനെ കാണുന്നതിനെയാണ് CPIM എതിർക്കുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് CPIM ജനറൽ സെക്രട്ടറി കത്തയച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണം. എന്താണ് നിങ്ങളുടെ നിലപാട്? സംഘപരിവാറിനോടുള്ള CPIMുമായുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എന്താണ് നിലപാട് എന്ന് ചോദിച്ചുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. അതിന് മറുപടി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിനും വ്യക്തതയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ മുന്നണി ഇതിനോടകം തന്നെ DMK കടുത്ത നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നാലെ CPIMും സമാനമായിട്ടുള്ള നിലപാടിലേക്ക് പോകുമെന്ന സൂചന തന്നെയാണ് ജനറൽ സെക്രട്ടറി നൽകുന്നത്. സ്വാതി. ശരി അർജുൻ.